ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇങ്ങനെ വന്നിരുന്ന് സംസാരിച്ചിട്ട് കുറേ നാളായി. ആൻഡ് നോർമലി ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും കുറേ കുൽസിത കാര്യങ്ങൾ പറയാനായിട്ടാണ് വരാറ്. ബട്ട് ദിസ് ടൈം ദാറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. ആൻഡ് അങ്ങനത്തെ കാര്യം ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കരുത്. ആസ് ലോങ് ആസ് ഐ ഡോണ്ട് ഹാവ് ആൻ അറ്റാക്ക് ഇങ്ങോട്ടേക്ക് എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് ചൊറിഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങനത്തെ രീതിയിലോട്ട് ഇനി സംസാരിക്കാൻ പോകത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ മൂവ് ഓൺ ചെയ്ത് കുറച്ച് ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഇടാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ യൂട്യൂബിൽ ഇനി. സോ യാ, ബേസിക്കലി യു വോണ്ട് സീ എനി ഓഫ് ദാറ്റ് ഷിറ്റ് എനി മോർ ഇൻ മൈ ചാനൽ. ആൻഡ് ഓൾസോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് സഫായിട്ട് എങ്ങനെ സംസാരിച്ചു, സഫയായിട്ടുണ്ടായിരുന്നോ, ഡ്രാമയായിരുന്നോ, തല്ല് ഡ്രാമയായിരുന്നോ, സ്ക്രിപ്റ്റ് ആയിരുന്നോ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഏറ്റവും ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, സഫയായിട്ട് ഉണ്ടായിരുന്ന ഒന്നും ഡ്രാമയോ സ്ക്രിപ്റ്റോ ഇങ്ങനത്തെ ഒരു സംഭവമേ അല്ല. നമ്മൾ ഒറിജിനലി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വഴക്കായിട്ടുണ്ട്, കച്ചറായിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ വന്ന് കാണിക്കുന്നതിൻ്റെ അപ്പുറം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ വരെ സംസാരിച്ചേക്കുന്ന രണ്ടാൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അറ്റ് ദ ടൈം ഡ്യൂറേഷൻ ഓഫ്, സത്യം പറഞ്ഞാൽ, ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഫെബ്രുവരി ഒരു മാസം ഫുള്ള് നീണ്ട അടിയായിരുന്നു. മാർച്ച് പകുതി വരെ അടിയായിരുന്നു. പിന്നെ മാർച്ച് പകുതി ആയപ്പോഴത്തേക്കും ഞാൻ അവളുടെ കാര്യങ്ങൾ പറയുന്നത് നിർത്തി. ഞാൻ ആ ടോപ്പിക്ക് വിട്ടു. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോയിൽ പോയിട്ട്, അതായത് അവളെപ്പറ്റി സംസാരിക്കുന്ന ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഫേനെ പറ്റി അതിന് സംസാരിക്കത്തില്ല. സഫ ഇനിയിപ്പോൾ ലല്ലുമായിട്ട് പോകുകയാണെങ്കിലും ഹാപ്പി ആയിട്ട് പോട്ടെ, അവളെ പറ്റിക്കാണ്ടിരിക്കട്ടെ, എനിക്കുണ്ടായത് അവൾക്കുണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ടോപ്പിക്ക് അവസാനിച്ച് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് സഫ എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത്. സോ എൻ്റെ നോർമൽ നമ്പറിൽ ബ്ലോക്കാണ്. എൻ്റെ വാട്സപ്പ് ബിസിനസ് നമ്പറിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഹായ്, ആർ യു ഓക്കെ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വാട്ട് എവർ ഹാപ്പൻഡ്, എന്തൊക്കെയാണ് അവൾ എൻ്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചിരുന്ന കള്ളങ്ങൾ, അവൾ മൊത്തത്തിൽ അവൾക്ക് പറയാൻ പറ്റാണ്ടിരുന്ന കുറേ കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു, തെളിവ് ഉൾപ്പെടെ. സോ ഞാൻ അതെല്ലാം കണ്ടു. പക്ഷേ എനിക്ക് വേണമെങ്കിൽ അത് കണ്ടൻറ് ആക്കായിരുന്നു. ബിക്കോസ് ആ ടൈമിൽ അവൾക്ക് എന്നെ ട്രസ്റ്റ് ഇല്ല. അവൾ എൻ്റെ അടുത്ത് പലവട്ടം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നമുക്ക് നേരിട്ട് കാണാം, ബിക്കോസ് എനിക്ക് ഫോണിൽ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയാണ്, കാരണം ഞാൻ കണ്ടൻറ് ആക്കുമെന്ന്. പക്ഷേ ഐ ഗേവ് ഹർ എ വേർഡ്, ഞാൻ കണ്ടൻറ് ആക്കത്തില്ല, അവൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് പറയത്തില്ലെന്ന്. ആ ഒരു റെസ്പെക്റ്റ് ഞാൻ കീപ്പ് ചെയ്ത് ഞാൻ ഇതുവരെ അവൾ പറഞ്ഞ കാര്യം ഇപ്പോഴാണെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. ബിക്കോസ് അത് അവളുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യമാണ്, അത് ലല്ലുമായിട്ട് ബേസ് ചെയ്ത കാര്യങ്ങളുമാണ്. സോ എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറയാണ്ട് തന്നെ കൈസ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പുറത്തു വിട്ടായിരുന്നു. അതും ബേസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ കണ്ടൻറ് ആക്കായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തില്ല, കാരണം ഞാനത് വിട്ട കാര്യമാണ്. ഞാൻ അവളോടും പറഞ്ഞു ഞാൻ അതിന് സംസാരിക്കത്തില്ല എന്ന്. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് അവൾ എൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞത്. സോ ബേസിക്കലി ഇത്രേ ഉള്ളൂ. അവൾ ലല്ലുമായിട്ട് കണക്ഷൻ കമ്പനി നിർത്തി. അവൾ ലല്ലുമായിട്ട് ഇപ്പോൾ ഒരു കോൺടാക്റ്റും ഇല്ല. അവളത് നിർത്താനുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ വേറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പം അവൾ എന്നോട് ചെയ്ത മിസ്റ്റേക്ക് അവൾക്ക് മനസ്സിലായി. അവൾ എന്നോട് സോറി പറഞ്ഞു. ഞാനത് ക്ഷമിച്ചു കൊടുത്തു. എനിക്കങ്ങനെ ഒരാളോട് ഞാൻ ദേഷ്യം വെച്ചിരിക്കാറില്ല. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങനെ ദേഷ്യം വെച്ചിരിക്കാറില്ല. ദ ഒൺലി മിസ്റ്റേക്ക്, ഞാൻ ചെയ്തേക്കുന്ന മിസ്റ്റേക്സിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാൻ നിൽക്കരുത്. അതായത് ഇന്ന ആളായിട്ട് അടിയായെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ടും ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പരിപാടി ഭയങ്കര ഇമ്മച്ചുവറായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ചെയ്തേക്കുന്ന ഏറ്റവും ഇമ്മച്ചുവറായിട്ടുള്ള കാര്യം, ഐ എഗ്രി ദാറ്റ് ഞാൻ ഇമ്മച്ചുവറായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ലല്ലുവിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും ഇമ്മച്ചുവറാന്ന് പറയത്തില്ല. ബിക്കോസ് ലല്ലു ഈസ് എ സൈക്കിക് ക്രിമിനൽ മൈൻഡുള്ള ഒരു പെണ്ണുപിടിയൻ തന്നെയാണ്. സോ ലല്ലുവിൻ്റെ കാര്യം സംസാരിച്ചാൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല. ആൻഡ് സഫയായിട്ട് സംസാരിച്ചുകൊണ്ട് കുറേ പേര് പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ ലല്ലുമായിട്ട് ഇവൾ സംസാരിക്കുമായിരിക്കും, ലല്ലുമായിട്ട് കണക്ഷൻ ഉണ്ടാവുമായിരിക്കും, ലല്ലുവിനോട് പോയി മിണ്ടും, അല്ലെങ്കിൽ ക്യാമറമാൻ ലല്ലു ആയിരിക്കും. ഞാൻ മരിച്ചു പോയാലും എനിക്ക് പൊരുത്തമില്ലാത്ത ഒരാളാണ് സെബിൽ എന്ന് പറയുന്ന വ്യക്തി. സോ സെബിലിനോട് ഞാൻ ഒരിക്കലും പുറത്ത് കൊടുക്കത്തില്ല. ആൻഡ് എനിക്കത് ആ വേറെ മെസ്സേജ് വന്നാൽ, സോ യാ, ലല്ലുവിനോട് ഞാൻ ഒരിക്കലും പുറത്ത് കൊടുക്കത്തില്ല. ലല്ലു എന്ന് പറയുന്ന ആൾ ഇനി എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവാനും പോകുന്നില്ല. ഇനിയിപ്പോൾ കമൻസിൽ തന്നെ ഞാൻ കണ്ടു, ഉംറ ചെയ്ത് വന്നു കഴിഞ്ഞ് തെറ്റ് തിരുത്തിയാൽ നിങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ക്ഷമിച്ചു കൊടുക്കൽ ചടങ്ങിലോട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് വൺസ് എ ചീറ്റർ ഓൾവേസ് എ ചീറ്റർ എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഒരാളാണ്. റിലേഷനിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തു. ആസ് ഇൻ ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഈ അടി, ചവിട്ട്, കുത്ത് എല്ലാം കൊണ്ട് നിന്ന് ഇനി ശരിയാവുമെന്ന് വിചാരിച്ചു നിന്ന് എൻ്റെ സമയം പോകുന്നതല്ലാണ്ട്, എൻ്റെ സമയം, എൻ്റെ മാനസിക ഫിസിക്കലി ഇതെല്ലാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒരു ഗുണവും ആ റിലേഷനിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ ഒരു റിലേഷനിൽ എത്ര നന്നായിട്ട് ആൾ തിരിച്ചു വന്നാലും ഞാൻ പോകത്തില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ
നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളെ ചീറ്റ് ചെയ്താൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോടായിരിക്കും ഏറ്റവും കൂടുതൽ തല്ലുണ്ടാവുക. അതായത് അവരാരുടെ കൂടെയാണോ പോയെ അവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും, ഞാൻ ഇത്രയും പോരെ. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അവൻ പോയിട്ടുള്ള ആൾക്കാരെ വെച്ച് ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ ഇത്ര ബോറാണ്, എന്നെ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ്, എൻ്റെ എന്തെങ്കിലും പോരായ്മ കൊണ്ടാണ്, അവളെ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയാണോ. സോ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരോടാണ് നമ്മൾ ചൂടാവുക. ഞാൻ ഏറ്റവും കൂടുതൽ ചൂടായിട്ടുള്ള അവൻ പോയേക്കുന്ന ആൾക്കാരോടാണ്. ബിക്കോസ് ഞാൻ അവൻ്റെ അടുത്ത് ചൂടാവാറില്ല. അവൻ്റെ അടുത്ത് ഞാൻ കരച്ചിലും പോയേക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചൂടാവലും ദേഷ്യപ്പെടലുമായിരിക്കും. അറ്റ് ദ എൻഡ് എനിക്ക് റിയലൈസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഇട്ടിട്ട് അവരുടെ കൂടെ പോയി ആ മൂമെൻറ്റ്, ആസ് ഇൻ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു മൂമെൻറ്റ്, അവർക്ക് നമ്മുടെ ഇമേജ്, നമ്മുടെ ഒരു ഫേസ് അവരുടെ മനസ്സിലോട്ട് ഒരു സെക്കൻഡെങ്കിലും വരും. അവരത് ഇഗ്നോർ ചെയ്ത് അവരായിട്ടത് ഫോർവേഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളെ വാല്യൂ ഇല്ലെന്നാണ്. ആസ് ഇൻ അവർക്ക് നമ്മളോട് ഒറിജിനലി ഇഷ്ടമില്ല. എന്നിട്ട് അവർ ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ചീറ്റിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ പെണ്ണിനോട് കിടന്ന് ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഇവരുടെ കൺസേണോട് കൂടി ഇവർ നമ്മളുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മളെപ്പോലെ ഒരാൾ അവരുടെ ലൈഫിലുണ്ടെന്ന് അറിഞ്ഞിട്ടുമാണ് അവർ അപ്പുറത്തെ ആളായിട്ട് പോകുന്നത്. സോ നമ്മൾ ആ പെണ്ണിനോട് ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് വെരി ലേറ്റ്ലി ആയി റിയലൈസ്ഡ്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള എല്ലാവരോടും ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ല എൻ്റെ ഹസ്ബൻഡ് ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമ്മളെന്തിനാ ചൂടാകുന്നത്? കാരണം ഇവരുടെ സമ്മതത്തോടെയാണ് പോകുന്നത്. പിന്നെ അവരോട് കിടന്ന് നമ്മൾ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. സോ ഞാൻ ആ പരിപാടി നിർത്തി. ആൻഡ് അതുകൊണ്ടാണ് ഏറ്റവും മെയിനായിട്ട് ഞാൻ സഫയോട് ക്ഷമിച്ചു കൊടുക്കാനുള്ള കാരണം. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, എക്സ്ട്രാ മാരിറ്റൽ ആസ് ഇൻ ഹസ്ബൻഡ് കൂടെ സ്ലീപ്പ് ചെയ്ത ഒരാളെ എങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നു എന്ന്. ഇറ്റ് ഈസ് കറൻ്റ്ലി നോട്ട് മൈ ഹസ്ബൻഡ്. എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ആവത്തില്ല. ആൻഡ് അവൻ പോയിട്ടുള്ള ഒരു 1000+ ഗേൾസിനെ എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് ദേഷ്യം വെച്ചിരിക്കാൻ പറ്റത്തില്ല. സഫയുടെ പേര് പൊങ്ങി വന്നത്, സഫ ഒരു ഇൻഫ്ലുവൻസറാണ്, സഫ കുറച്ച് ഫേമസ് ആണ്, സഫ മാരീഡ് ആയിരുന്നു, മെഹനാസായിട്ട് പ്രശ്നം വന്നു, അവർ കുറച്ച് ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് സഫയുടെ പേര് അത്രയും പൊങ്ങി വന്നത്. അതല്ലാണ്ട് ടൺ കണക്കിന് ഗേൾസിനെ എനിക്കറിയാം അവൻ്റെ കൂടെ പോയിട്ടുള്ളത്. പക്ഷേ അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ഇതൊന്നും ഞാൻ പോകുന്നില്ല. സഫയുടെ വന്നു. ആൻഡ് അത് വന്നതിൽ ഞാൻ അവളോട് അത്രയും പ്രശ്നം ഉണ്ടാക്കിയതിൽ, അത് സോഷ്യൽ മീഡിയയിൽ വന്നതിൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. ബിക്കോസ് എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ദാറ്റ് വാസ് വെരി ഇമ്മച്വർ. അവളുടെ പേര് പോപ്പപ്പ് ചെയ്ത് എനിക്കത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. സോ ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. ആൻഡ് എനിക്ക് അവളോട് അതിൻ്റെ പേരിൽ ഇനി ദേഷ്യമോ വാശിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴും ലല്ലു അവളുടെ ലൈഫിലുണ്ടെങ്കിൽ ഞാൻ അവളോട് ഒരിക്കലും സംസാരിക്കാൻ പോകത്തില്ലായിരുന്നു. ബട്ട് ഷീ റിയലൈസ് എ മിസ്റ്റേക്ക്. ആൾക്കാർക്ക് തെറ്റുപറ്റും. സോ അതവൾക്ക് മനസ്സിലായി. അവൾ എന്നോട് സോറി പറഞ്ഞു, പൊരുത്തം ചോദിച്ചു, ഞാൻ ആ പൊരുത്തം കൊടുത്തു. ഞാനും അവളിപ്പോൾ നല്ല ഫ്രണ്ട്സായി. ആൻഡ് വി ടോക്ക്ഡ് അബൌട്ട് എവറിത്തിങ്. എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവളുടെ കാര്യങ്ങൾ അവൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ആൻഡ് വി ബിക്കെയിം ഫ്രണ്ട്സ്. ഓക്കെ, അതിന് ഇങ്ങനെ ഇത്ര വിയേർഡ് ആവേണ്ടോ അല്ലെങ്കിൽ ഒരു കാര്യമില്ല. ബിക്കോസ് ഇൻസ്റ്റ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തല്ലുണ്ടാക്കി ഇഷ്ടംപോലെ ആൾക്കാർ എനിക്കറിയാം. കഴിഞ്ഞ വർഷം ബിഗ് ബോസിലുണ്ടെന്ന് ജാസ്മിൻ, അസ്ലാം മാർലി ഒക്കെ തമ്മിൽ വൻ ഇടി ബഹളം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആൾക്കാർ അവർ സംസാരിച്ചപ്പോഴത്തേക്ക് നന്നായി, നിങ്ങൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് പറഞ്ഞു. പിന്നെ അനുമോള്, ആദില, നൂറ ബിഗ് ബോസിൽ കിടന്ന് ലൈവായിട്ട് അടി ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പുറം ഇപ്പുറം പോയി ചാനലിലെ മീഡിയയിലെ മുന്നിൽ ഇരുന്ന് കുറ്റം പറഞ്ഞു. പിന്നെ ഇപ്പോൾ നല്ല ഫ്രണ്ട്സായി. ഷുഗർ ഫിൽസിൻ്റെ ഒക്കെ കൊളാബ് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുന്നു. അതും നിങ്ങൾക്ക് ഓക്കെയാണ്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടാ? എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ആണെങ്കിൽ ഓക്കെ, ലല്ലു ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്നോട് ഉളുപ്പില്ലെന്ന് ചോദിക്കാം. ബട്ട് ഐ ഹാവ് മൂഡ് ഓൺ ഫ്രം ദാറ്റ് പേഴ്സൺ. ആ ആളെ ഞാൻ വിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഫോർവേഡ് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ലല്ലു ചീറ്റ് ചെയ്ത ഗേൾസിനോട് ഞാൻ മിണ്ടാതിരിക്കണം? അവരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ, ലല്ലുവിൻ്റെ സമ്മതത്തോടു കൂടിയല്ലേ ചീറ്റ് ചെയ്തേക്കുന്നത്. സോ ഞാൻ അവരോട് സംസാരിക്കാണ്ട് വെറുപ്പ് വെച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്നതിൽ എനിക്ക് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ലല്ലു ഹാഡ് എ ലോട്ട് ഓഫ് എക്സ് ഗേൾ ഫ്രണ്ട്സ്. ഞാൻ തല്ലുണ്ടാക്കിയത് ആസ് ഇൻ ഞാൻ റിലേഷൻ ആയിരുന്ന സമയത്ത് അവരായിട്ട് ഞാൻ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. ബിക്കോസ് ലല്ലു പറഞ്ഞ കോൺസെപ്റ്റ്, ആ സ്റ്റോറിയിൽ ഞാൻ അവരെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട് ഞാൻ അവരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. സോ അവരോടൊക്കെ ഞാൻ സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് പോയി ചൂടായ ആൾക്കാരോട് ഞാൻ തന്നെ സോറി പറഞ്ഞ് നമ്മളൊക്കെ ഇപ്പോൾ ബഡാ ദോസ്തുക്കളാണ്. സോ ഇഫ് യു ഹാവ് എൻ എക്സ്, അവർ കാരണം നിങ്ങൾ ഏതെങ്കിലും പെൺപിള്ളേരോട് പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ അവരോട് പോയി സോറി പറയുക. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങളുടെ OG ഫ്രണ്ട്സിനേക്കാളും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റുക നിങ്ങളുടെ എക്സായിട്ട് കണക്ഷൻ വന്നിരിക്കുന്ന ആൾക്കാരോടായിരിക്കും. ആൻഡ് അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇങ്ങനെയാണ് ഞാൻ സഫയായിട്ട് വേണ്ടത്. മാർച്ച് അവസാനമാണ് സഫേനെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ സഫേനെ പറ്റിയ വീഡിയോ ഇട്ട് കഴിഞ്ഞ് എൻഡിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് സഫേനെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് ഏപ്രിൽ 27 എൻ്റെ ബർത്ത്ഡേ വന്നു. എൻ്റെ ബർത്ത്ഡേക്കാണ് അവൾ എന്നെ ആയിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റ് ഇടുന്നത്. ഞങ്ങൾ അതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ഞാൻ എൻ്റെ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നാണ് അവൾ സർപ്രൈസായിട്ട് എന്നെ കാണാൻ വരുന്നത്. ഞാൻ അറിഞ്ഞു പോലുമില്ല. അവൾ എൻ്റെ ഇത്താനെ വിളിച്ച് സംസാരിച്ച് ഞാൻ ബോട്ടോക്സ് ചെയ്യുന്ന ഷോപ്പിൽ വീഡിയോ എടുത്തിട്ടാണ് വരുന്നത്. സോ അന്നാണ് ഞാൻ ഞെട്ടിപ്പോയി. അവൾ വന്നപ്പോഴത്തേക്കും അവൾ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റും തന്നു. അന്നാണ് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഓക്വേർഡ് ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ
ആദ്യമായിട്ടല്ല നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഓക്വേർഡ് സംഭവം ഉണ്ടായിരുന്നു. എങ്കിരുന്നാലും നമ്മളിരുന്ന് സംസാരിച്ച് ഓക്കെ ആയി. പെട്ടെന്ന് തന്നെ നമ്മൾ ഓക്കെ ലൈക്ക് ഫോണിൽ കൂടെ സംസാരിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫുൾ കളി ചിരി ബഹളം. ആൻഡ് ഐ ഫെൽറ്റ് റിയലി റിലീവ്ഡ്. എനിക്കൊരു സമാധാനം കിട്ടി. വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രണ്ട്സാണ് ആൾക്കാരോട് പറയാണ്ട് നമുക്ക് ഫ്രണ്ട്സായിട്ട് പോകായിരുന്നു. പക്ഷേ എനിക്കതിന് താല്പര്യമില്ല. ബിക്കോസ് എനിക്കറിയാം നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ഈ ഇപ്പോൾ റിയാക്ഷൻസ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ വന്നിരുന്ന് കുറ്റം പറയുമോ ഇവരെന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവരെന്തൊക്കെയായിരുന്നു, ഇവരതായിരുന്നു, ഇവരിതായിരുന്നു, മലപ്പുറം കത്തി മറ്റത് മറിച്ചതെന്നൊക്കെ കമൻസ് വരുമെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവളായിട്ട് വീഡിയോ ഇട്ടു. ബിക്കോസ് അറ്റ് ദ എൻഡ് ഞാൻ അവളോട് പറഞ്ഞു, നമുക്ക് നമ്മളറിയാം, നമ്മൾ എന്തുകൊണ്ടാണ് ഫ്രണ്ട്സ് ആയെന്ന് നമുക്കറിയാം, നമ്മൾ എന്തൊക്കെ കിടന്ന് പോയിട്ടുണ്ടെന്ന് നമുക്ക് രണ്ടാൾക്കും അറിയാം. സോ ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്, ചക്ക് ഇറ്റ്. നമുക്ക് എന്താണ് തോന്നുന്നത് അത് ശരിയെന്ന് തോന്നുക, കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിന് കുറേ നെഗറ്റീവ്സ് വന്നു. നെഗറ്റീവ്സ് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ കമൻറ്റ് സെക്ഷൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. കുറേ പേര് പറഞ്ഞ് കമൻറ്റ് സെക്ഷൻ പേടിച്ചിട്ട് ഓഫ് ചെയ്തത്. പേടിച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്മിന സാക്കിറിൻ്റെ കമൻറ്റ് സെക്ഷൻ ഒരിക്കലും ഓണാക്കാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു, പേടി ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ ഹാഡ് എ റിലേഷൻ. അത് കാരണം എനിക്ക് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ വന്നു. അപ്പോഴേ ഓഫ് ചെയ്യാത്ത കമൻറ്റ് സെക്ഷൻ ഇപ്പോൾ എനിക്ക് ഓഫ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ ബേസിക്കലി ഇപ്പം വളരെ ഇതായിട്ട് പഠിച്ചിരിക്കുന്ന കുറച്ച് എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. അത് ഞാൻ ആരുടെയും ഔദാര്യത്തിലല്ല ഞാൻ ജീവിക്കുന്നത്. സോ എനിക്കിഷ്ടമുള്ള എങ്ങനെയാണ് ഞാൻ അങ്ങനെ ജീവിക്കുന്നു. വളരെയധികം ദൃഢനിശ്ചയോടെ തീരുമാനിച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ കാണണ്ട. ഇനി നമ്മൾ തെറി വിളിക്കാൻ അത്രയും മുട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യുക. അപ്പോൾ അതിൽ കൂടുതൽ ഫ്രസ്ട്രേഷൻ വേറെ ഒന്നും അവർക്ക് വരാനില്ല. ബിക്കോസ് അവർ കുത്തി ഇരുന്ന് മെസ്സേജ് അയക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവർ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം തിരിച്ചു വന്നിട്ട് ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റാത്തതിൻ്റെ അവിടെയും ഫ്രസ്ട്രേഷൻ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നെഗറ്റീവ്സ് തന്നെയാണ് നമുക്ക് റീച്ച് തരുന്നത്. നിങ്ങളൊക്കെ തന്നെയാണ് റീച്ച് തരുന്നത്. ഈ ഹെയ്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ വീഡിയോ റീച്ചാക്കി തരുന്നത്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ദ ഹേറ്റേഴ്സ്. യാ, അപ്പോൾ ഇത്രേ ഉള്ളൂ സഫയോട് മിണ്ടിയ കഥ. ആൻഡ് ഭാവിയിൽ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ കാണലുണ്ട്, ഓക്കെയാണ്. ആൻഡ് അവൾക്ക് ഏകദേശം എൻ്റെ എല്ലാ കാര്യവും അറിയാം. ഐ ട്രസ്റ്റ് ഹർ ആസ് ഓഫ് നൗ. എനിക്കങ്ങനെ പെട്ടെന്ന് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അവളെ വിശ്വസിക്കുന്നുണ്ട്. ബിക്കോസ് അവൾ എന്നെ വിശ്വസിച്ച് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അത്രയും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ എനിക്ക് ആ ട്രസ്റ്റ് ഞാൻ തിരിച്ചും കൊടുക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഞാൻ ആരെയും അധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഇപ്പോൾ തൊട്ട്. ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാറില്ല. ആൻഡ് ഓൾസോ പിന്നെ വന്ന അലിഗേഷനിൽ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്ന് വെച്ചു. ഐ ഹാവ് എ റിലേഷൻ. അത് ലല്ലു ഉള്ളപ്പോഴാണോ ലല്ലു ഇല്ലാത്തപ്പോഴാണോ റിലേഷൻ വെച്ചിട്ട് ലല്ലുവിനെ വെച്ചുകൊണ്ട് ഞാൻ ചീറ്റ് ചെയ്തത്. ലല്ലുവിനെ വെച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു റിലേഷനിലും പോയിട്ടില്ല. ലല്ലു പോയിട്ടും ഡിസംബർ വരെ എനിക്ക് റിലേഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു റിലേഷൻഷിപ്പിലോട്ടും പോയിട്ടില്ല. ആൻഡ് ഇഫ് ഐ ഹാവ് എ റിലേഷൻ നൗ, അത് ആൾക്കാർ ഹാപ്പി അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഐ ആം ഹാപ്പി. ഞാൻ ഹാപ്പിയാണ്. ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഞാൻ ഓക്കെയാണ്. അപ്പം എന്നെ ഈ വന്നിരുന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കതിനോടൊന്നും പ്രതികരിക്കാൻ പോലുമുള്ള ക്വാളിറ്റി ഞാൻ കൊടുക്കുന്നില്ല. ബിക്കോസ് ഐ എം റിയലി ഹാപ്പി ഇൻ മൈ ലൈഫ്. അപ്പോൾ അതെനിക്ക് പുറത്ത് കാണിക്കണമെന്നില്ല. ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്നോ എൻ്റെ ലൈഫിൽ നടക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് അതുപോലെ ഞാൻ വെക്കും. അതെനിക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ. സോ എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പോലും തരുന്നത് എനിക്ക് സഫയാണ്. ആൻഡ് ഐ ഫീൽ റിയലി ഹാപ്പി. കുറച്ച് നല്ല ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഫസ്റ്റ് തന്നത് സഫയാണ്. പിന്നെ എനിക്കൊരു പൂച്ചേനെ കിട്ടിയായിരുന്നു, ബമ്പിൾ എന്നാണ് ഞാൻ അതിനെ പേരിട്ടത്. ബമ്പിളിന് പേരിട്ട വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോമ കിട്ടിയ വേർഡാണ് ബമ്പിൾ, ടിൻഡറൊക്കെ. അപ്പം അത് റീപ്ലേസ് ചെയ്യാൻ നല്ലൊരു സാധനത്തിന് ഞാൻ ബമ്പിളിന് പേരിട്ടു. ആൻഡ് എൻ്റെ അധഭാഗ്യം കൊണ്ടാണെന്നറിയില്ല, ഒരു ദിവസം അത് എൻ്റെ കൂടെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. അതിന് അസുഖം ഉണ്ടായിരുന്നു. ബിക്കോസ് അത് കോഴിക്കോട് നിന്ന് എടുത്ത് വന്നതാണ്. കോഴിക്കോട് നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ 2 മാസം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് പെട്ടെന്ന് അസുഖം വന്നു. ട്രാവലൊക്കെ ചെയ്ത് വന്നുകൊണ്ട് നമ്മൾ മാക്സിമം നോക്കി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. പിന്നെ 2 ദിവസം നിന്നപ്പോഴത്തേക്കും ഒട്ടും വയ്യാണ്ടായി. അങ്ങനെ അത് മരിച്ചുപോയി. അത് മരിച്ചുപോയതിൻ്റെ ട്രോമ എനിക്ക് ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ കിട്ടി. എന്നിട്ടും ഞാൻ ഓക്കെ ആയി. ബിക്കോസ് അവരെനിക്ക് പൂച്ചേനെ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, ബമ്പിളിനെ പോലത്തെ തന്നെ. ഇതുപോലെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ എല്ലാം നമുക്കങ്ങനെ കിട്ടത്തില്ലല്ലോ. സോ പൂച്ചയായിട്ടുള്ള റീൽസ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് മൈ ഒറിജിനൽ ക്യാറ്റ്. ഓക്കെ, എനിക്കത് ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ തന്നെയാണ്. സോ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ. പക്ഷേ എന്ത് ചെയ്യാനാ, അത് പോയി. പക്ഷേ റീപ്ലേസ് ചെയ്ത് വേറെ പൂച്ചേനെ കിട്ടും, അത്രേ ഉള്ളൂ. ആൻഡ് യാ, വേറെ എൻ്റെ ഇത്ത തന്ന ഗിഫ്റ്റ്, അങ്ങനെ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളും ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ അങ്ങനെ കുറച്ച് സംഭവം. ആൻഡ് ഐ എം ഹാപ്പി ബേസിക്കലി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരുടെയും വഴക്ക് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ കാരണം അത് നിങ്ങൾ സോൾവ് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അവളോട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ദേഷ്യമില്ല.
നമ്മൾ ഇത്രയും സംസാരിച്ച് ചിരിക്കുമെന്ന് ഞാൻ ജന്മത്ത് പോലും ഓർത്തില്ല. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്. കുറേ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും വരിക. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതുപോലെ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ലല്ലുമായിട്ട് ഒന്നാവുമെന്ന്. ബിക്കോസ് ഐ ഹാവ് മൂഡ് ഓൺ ഫ്രം ദാറ്റ് റിലേഷൻ. ആൻഡ് നമ്മൾ വേറെ ഒരു റിലേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാസ്റ്റ് റിലേഷനിൽ ഇത്രയും വൃത്തികേട് ചെയ്ത ആളിലോട്ട് നമ്മൾ ഒരിക്കലും ചിന്ത പോകത്തില്ല. യാ, അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇനി എനിക്കുള്ള റിലേഷൻ ഞാൻ ഒരിക്കലും പബ്ലിക് ആക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞാനതിപ്പോൾ എങ്ങനെയാണോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോകുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് പോട്ടെ. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ബിക്കോസ് ഐ എം ജെന്യുവൻലി ഹാപ്പി റൈറ്റ് നൗ. സോ അത്രേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ വളരെ മിനിമലാണ്. എനിക്ക് ആവശ്യമില്ലാത്ത ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ ഞാൻ ചവിട്ടി പുറത്താക്കി. സോ വെരി പീസ്ഫുൾ ഇൻ ലൈഫ്. അപ്പം ആ പീസ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രേ ഉള്ളൂ സഫയുടെ എക്സ്പ്ലനേഷൻ എനിക്ക് തരാം. ഇതിൽ കൂടുതൽ എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല അവളുടെ കാര്യത്തിൽ. അല്ലാണ്ട് നമ്മൾ ഡ്രാമ സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തതല്ല. ബിക്കോസ് എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, കണ്ണിന് കണ്ടുകൂടായിരുന്നു. സംസാരിച്ച് അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ സോൾവ് ചെയ്തതാണ്. അല്ലാണ്ട് ഡ്രാമ സ്ക്രിപ്റ്റ് ഒന്നും ദയവ് ചെയ്ത് നിങ്ങൾ പറയരുത്. അങ്ങനെ ഒരിക്കലും ആവത്തില്ല. ബിക്കോസ് വിളിച്ച തെറിയുടെ മെസ്സേജ് ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ആൻഡ് യാ, അവൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കിപ്പോഴും ലല്ലു എന്ന് പറയുന്ന പേഴ്സണോട് ഫീലിങ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഹേർട്ടായേനെ. പക്ഷേ അവളോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ ഹാവ് കംപ്ലീറ്റ്ലി മൂഡ് ഓൺ ഫ്രം ദാറ്റ് റിലേഷൻ ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ. അവളത് പറഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസം കിട്ടിയില്ല. എനിക്ക് അങ്ങനെ ആളോട് ഒരു വികാരവും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് എന്നെ എഫക്റ്റ് ചെയ്യാത്തതെന്ന്. കുറച്ചെങ്കിലും ഒരു ഇഷ്ടം ഉള്ളിലുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുമായിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ രക്ഷപ്പെട്ട്. അത്രയൊക്കെ പറയാനുള്ളൂ. സോ ഇനിയും നമ്മൾ യൂട്യൂബിൽ നല്ല നല്ല കണ്ടൻസ് കൊണ്ടുവരുന്നതായിരിക്കും. തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് യാ, എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന മെസ്സേജസിൽ ഇതാണ് ഒമേഗൾ വീഡിയോസ് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഐ വിൽ ഡു ഒമേഗൾ വീഡിയോസ് റൈറ്റ് നൗ. ഒമേഗൾ വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ വ്ളോഗ് എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഈ ക്യാമറ എടുക്കണം എന്നുള്ള കാര്യം മറന്നു പോകും. കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ഇത്തായാണെങ്കിൽ അതിലും വലിയ പൊട്ടത്തി. അവൾക്ക് ക്യാമറ എടുത്ത് ഇങ്ങനെ ശീലമില്ല. നമ്മൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ അവിടെ ആയിരിക്കും ക്യാമറ പിടിക്കുന്നത്. 1.5 കിലോമീറ്റർ അപ്പുറത്തോട്ട് ഫോൺ വെച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ സീനില്ല, നമുക്ക് സെറ്റാക്കാം. ആൻഡ് യാ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അമിതമായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻസിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനത് പരിഗണിക്കുന്നതായിരിക്കും. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സോ